പിന്നെ വജൈന ഏരിയ കഴുകാത്ത ടീം വരെയുണ്ട്. വെറുതെ വെള്ളം കൊണ്ട് മാത്രം. അപ്പം ഞാൻ ചോദിച്ചു, ഇതുവരെയും സോപ്പിട്ട് ഇല്ല? ചെറുപ്പത്തിൽ കുളിപ്പിച്ചപ്പോൾ വീട്ടുകാർ കുളിപ്പിച്ചപ്പോൾ തയ്ച്ചത്തേനെ, അതിന് ശേഷം ഞാൻ നേരോടെ സോപ്പിട്ടിട്ടില്ല. അത് നല്ലത് തോന്നുന്നു എനിക്കൊരു കണക്കിന്. ഡോക്ടർ പറയുന്നത് അങ്ങനെ തന്നെയാണ്. അവർ പറയുന്നത് വെളിച്ചെണ്ണ ഡ്രൈ ആവില്ല, അവിടെ വെളിച്ചെണ്ണയൊക്കെ തേക്കുക എന്നാണ്. ഒരു 50 ഒക്കെ ആകുമ്പോൾ എന്തായാലും പീരീഡ്സ് നിൽക്കും. 45 എബോവ് ആകുമ്പോഴേ പീരീഡ്സൊക്കെ നിൽക്കും പലർക്കും, പല അമ്മമാർക്കും. അപ്പോൾ അവരുടെയും കൂടെ ശ്രദ്ധിക്കാം. അമ്മമാർക്ക് ആര് പറഞ്ഞു കൊടുക്കാൻ? അവരിതൊക്കെ ഒളിച്ച് വയ്ക്കും. ചൂടുവെള്ളം ഉപ്പിട്ട് കൊണ്ടുപോയി കഴുകും. അതും ബാക്ടീരിയ നശിക്കുന്ന പോലെയാണ്. അതല്ല വേണ്ടത്, ചെയ്യേണ്ടത് ഇതാണ്. പിന്നെ ഈ വജൈനൽ ക്രീം തരും, അതുകൊണ്ടാണ് എനിക്ക് വലിയ യൂസ്ഫുള്ളാന്ന് തോന്നിയിട്ടില്ല. എനിക്ക് യൂസ്ഫുൾ തോന്നിയത് ഇത് തന്നെയാണ്. ഏതാ? നമ്മുടെ കറ്റാർ വാഴേൻ്റെ ജെല്ല് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഇൻഫെക്ഷനുള്ള മരുന്ന് തരും, അത് കഴിക്കുമ്പം ഓക്കെ ആയിരിക്കും. കാരണം എനിക്ക് അതിൽ നിന്നും കുറഞ്ഞു. എനിക്ക് പാഡ് വയ്ക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. ഈ കോട്ടൺ പാഡ് അല്ലാണ്ട് ഈ വിലയുള്ള പാഡുകൾ വെച്ച് കഴിഞ്ഞാൽ എനിക്കത് പറ്റുകയില്ല. മറ്റേ സാധനം വാങ്ങി വെക്കാനും പേടിയാണ്. പിന്നെന്താ അടുത്ത യൂസ്ഫുള്ള്? പിന്നെ നമുക്ക് പെൺപിള്ളേർക്ക് വരുന്നൊരു കാര്യമാണ് വെള്ളപോക്ക് എന്ന് പറയുന്നത്. അത് ആക്ച്വലി എല്ലാവർക്കും, മിക്കവർക്കും ഉണ്ട്. അതിൽ പേടിക്കാനൊന്നുമില്ല. ഡേഞ്ചർ ആവുകയാണെങ്കിൽ ഡോക്ടറെ കാണിക്കണം, അത് പറയണം, മറച്ച് വയ്ക്കാണ്ടിരിക്കരുത്. ഈ പിള്ളേരൊന്നും നാണക്കേട് കാരണം പറയൂല. പിന്നെ പാരൻസാണ് തുണി അലക്കുന്നതെങ്കിൽ അവർക്കത് മനസ്സിലാവുമല്ലോ. ചിലർക്കില്ല, ഇല്ലാത്തത് നല്ലതാണ്. ഉള്ളവർക്കാണ് പ്രശ്നം മൊത്തം. ഇങ്ങനെ ഇന്നർ മാറ്റിക്കൊണ്ടേ ഇരിക്കണ്ടേ. അപ്പോൾ നിങ്ങളുടെ പ്രൈവറ്റ് ഏരിയയൊക്കെ വളരെ വിദഗ്ധമായി സൂക്ഷിക്കുക. അവിടെയൊക്കെ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക, പിന്നെ ഒലിവ് ഓയിൽ തേച്ച് കൊടുക്കുക. ക്രീമുകളൊന്നും തേക്കണ്ട, മനസ്സിലായോ? പിന്നെ അലോവേരൻ്റെ ജെല്ലൊക്കെ തേച്ച് കൊടുക്കുക. ഇത്രയൊക്കെ വേണ്ടുള്ളൂ. പിന്നെ ഡോക്ടർ അഥവാ തരികയാണെങ്കിൽ മാത്രം ആ ജെല്ല് തേക്കുക. എനിക്ക് ആ ജെല്ല് യൂസ്ഫുൾ ആയിട്ടേ ഇല്ല. അവർ തരുന്ന മരുന്ന് ഓക്കെ ആയിട്ടുണ്ട്. ഹോമിയോയിൽ നല്ല മെഡിസിൻ ഉണ്ട് കേട്ടോ. ഇതിന് ഒരു മരുന്ന് തരും. നമുക്ക് ഇൻഫെക്ഷൻ വരുമ്പോൾ ഒരു മരുന്ന് തരും. ഞാൻ പോയി വാങ്ങലുണ്ട്. എനിക്കിനിപ്പോൾ ഒരു യാത്രയുണ്ട്. അപ്പോഴെങ്ങാനും ആയിക്കഴിഞ്ഞാൽ ഇതാണ് പാട്. പണ്ടാരം ഈ പാഡ് ഉപയോഗിക്കണ്ടേ. പിന്നെന്താ, ഇതിപ്പോൾ വരും ചെക്കന്മാർ പൊങ്കാല ഇടാനായിട്ട്. പീരീഡ്സിനെ കുറിച്ച് ആൺപിള്ളേർക്കൊക്കെ അറിയുമായിരിക്കും. അറിയാത്തവരൊന്നുമില്ല. നമുക്ക് പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് പീരീഡ്സ്. പണ്ടൊക്കെ 18 വയസ്സിന് മുന്നേ ആവുമായിരിക്കും. ഇന്നൊക്കെ ചെറിയ കുഞ്ഞുങ്ങളെ ആവുന്നുണ്ട്. അപ്പോൾ പറയും ഇന്നത്തെ ചിക്കനോ ഇതൊക്കെ കഴിച്ചിട്ടായിരിക്കാം എന്ന് തോന്നുന്നു നേരത്തെ ആവുന്നത്. പിന്നെ നമ്മൾ എല്ലാ മാസവും കറക്റ്റായിട്ട് വരുന്നത് നല്ലതായിരിക്കാം. ചിലർക്ക് കറക്റ്റ് 28 ദിവസം കൂടുമ്പോൾ വരും. എനിക്ക് 28+ പിന്നെ 7 അത് അങ്ങനെ കൂട്ടിയാലേ എനിക്ക് പീരീഡ്സ് വരാറുള്ളൂ. പിന്നെ അപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒടുക്കത്തെ ആഗ്രഹമാണ്, ഗർഭിണികളെ പോലെ. എനിക്കത് വേണം, തിന്നാൻ ഇത് വേണം. പിന്നെ ഫുഡ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും, ഒന്നും പറയണ്ട. പിന്നെ ക്ഷീണമായിരിക്കും. അതിന് മുന്നേ വോമിറ്റിങ് തുടങ്ങും. അതിൽ ഞാൻ പറയും ഗർഭിണികളെ പോലെ ഛർദ്ദിക്കാനൊക്കെ തോന്നും കേട്ടോ. ഛർദ്ദിക്കാൻ തോന്നും, വയറുവേദന തോന്നും, ക്ഷീണം തോന്നും. പിന്നെ തിന്നാനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഒടുക്കത്തെ വിശപ്പായിരിക്കും. പലർക്കും പല ഇതായിരിക്കും. ചിലർക്ക് വയറുവേദനയൊക്കെ എൻ്റെ അമ്മേ ഭയങ്കരമാണ്. ചെറുതിലെ എനിക്ക് വയറുവേദനയായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ എനിക്ക് ഭയങ്കര വയറുവേദന. അപ്പം ഞാൻ അടുത്തിരിക്കുന്ന പിള്ളേരുടെ 2 പേരുടെയിലും ഞാൻ ഈ സമയമാകുമ്പോൾ ഷോളും കൊണ്ടുപോകും. രണ്ട് വലിച്ച് മുറുക്കിക്കൊള്ളാൻ പറയും. എന്നിട്ട് അപ്പം 2 പേരും ഇരിക്കുന്നവർ പതിയെ 2 പേരും വലിച്ച് മുറുക്കും. എത്ര മുറുക്കുമെന്ന് അത്ര എനിക്ക് സമാധാനമായിരിക്കും. മിസ്സ് കാണാണ്ടല്ലേ ഈ മുറുക്കി വെക്കേണ്ടത്. അവർ പാവം ഒളിച്ച് വെച്ചാണ് മുറുക്കി പിടിച്ച് വെക്കുന്നത്. അപ്പോൾ ഭയങ്കര സമാധാനം. പിന്നെ വീട്ടിലാണെങ്കിൽ ഈ കുഞ്ഞു പിള്ളേരുണ്ടാവില്ലേ, കുഞ്ഞു പിള്ളേരോട് ഞാൻ പറയും ഒന്ന് കയറി വയറിലിരിക്കാമെന്ന് പറയും. അപ്പോൾ അവരങ്ങനെ ഇരുന്ന് കളിക്കും. അവരിങ്ങനെ ചാടിക്കളിക്കും, മനസ്സിലായോ?
പിന്നെ മുട്ടായി വാങ്ങിച്ചു കൊടുക്കാന്നൊക്കെ പറയുമ്പം അങ്ങനെ ഇരിക്കും. കുഞ്ഞുമക്കൾ അങ്ങനെയല്ലേ, ഒരു ചാടും വയറ് കയറി ഇരുന്നിട്ട്. ഞാൻ പറയും ചാടരുത്, ഇത് കഴിയുമ്പോൾ മുട്ടായി വാങ്ങിത്തരാമെന്ന് പറയും. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ഇരുന്ന് കഴിയുമ്പം ഓക്കെ. അതിന് പറ്റിയ ടാബ്ലറ്റൊക്കെ ഉണ്ട്, അതൊന്നും വാങ്ങി കഴിക്കണ്ട. പിന്നെ സഹിയിട്ട് കഴിച്ചു പോകുന്ന പലരും. പണ്ടൊക്കെ സൈക്ലോപ്പാമെന്ന് പറഞ്ഞ ടാബ്ലറ്റായിരുന്നു, ഇന്നിപ്പോൾ എന്താകുമ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ട്. കാരണം വേദന സഹിക്കാണ്ട് കഴിച്ചതാണ്. പിന്നെ ഒരു ഏജ് ഒക്കെ എനിക്ക് തോന്നുന്നു സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞപ്പം വേദന കുറഞ്ഞിട്ട് പിന്നെ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണ്. വോമിറ്റിങ്, ടയേർഡ്, ഛർദ്ദിക്കാൻ തോന്നുക, ഇങ്ങനെയൊക്കെ.